തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ CPM-നുള്ളിലെ വിഭാഗീയത മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അതിരൂക്ഷമായ വിഭാഗീയതയാണ് പാർട്ടിക്കുള്ളിൽ എന്ന് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. വിരലുകളെല്ലാം ചൂണ്ടപ്പെടുന്നത് ഒരു വ്യക്തിക്ക് നേരെയാണ്, അത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയാണ്. പാർട്ടി നേതാക്കൾ തന്നെ വ്യക്തമായിട്ട് ഇപ്പോൾ നിർദ്ദേശം വച്ചിരിക്കുകയാണ്, മുഖ്യമന്ത്രി ശൈലി മാറണം എന്ന്. മുഖ്യമന്ത്രിയുടെ ശൈലി എന്താണ് എന്ന് നമുക്കറിയാം. ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന ഇരട്ടച്ചങ്കനെക്കുറിച്ച് അദ്ദേഹം തന്നെ പാടി പുകഴ്ത്തിയത് നമ്മൾ കേട്ടതാണ്. പ്രത്യേക ഏക്ഷനുകൾ കൈവശമുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പക്ഷേ അതൊന്നും ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ രക്ഷിച്ചില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, 98-ൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത കാലം മുതൽ പിണറായി വിജയൻ വളരെ സജീവമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ നിറഞ്ഞു നിൽക്കൽ ഏതെങ്കിലും പ്രസിദ്ധിയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല, മറിച്ച് പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയുടെയും പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറിയുടെ താൻ പോരിമയുടെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ കഥകളാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞത്. ഇപ്പോഴിതാ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയ കനത്ത തിരിച്ചടി പാർട്ടിയെ ആ പഴയ 98-ലേക്ക് അല്ലെങ്കിൽ 98-99 കാലത്തേക്ക് മടക്കിക്കൊണ്ടുപോയിരിക്കുകയാണ്. ചരിത്രം ചികഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ. നമുക്കറിയാം, പിണറായി VS പോര് എത്ര രൂക്ഷമായിരുന്നു എന്ന് നമുക്കറിയാം. 2001-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 40 സീറ്റുകളുമായിട്ടാണ് LDF പ്രതിപക്ഷത്ത് ഒതുങ്ങിയത്. അന്ന് നാമാവിശേഷമായി പോയ പ്രതിപക്ഷത്തിന് CPM-ന് ജീവൻ കൊടുത്തത് VS എന്ന 2 അക്ഷരങ്ങളാണ്. VS എന്നത് കേവലം ഒരു പേരല്ല എന്ന് കേരളം തിരിച്ചറിഞ്ഞ 5 വർഷങ്ങളാണ് 2001 മുതൽ 2006 വരെയുള്ള കാലയളവ്. നിരന്തരം പ്രതിപക്ഷത്തിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് നിയമസഭയ്ക്കുള്ളിലും പുറത്തും VS നിറഞ്ഞു നിന്നു. VS അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടി എന്ന് തന്നെ പറയാം. അഴിമതിക്കെതിരെ, സ്ത്രീ പീഡനത്തിനെതിരെ, സകലമാന ദുഷ്പ്രവണതകൾക്കുമെതിരെ VS എന്ന ഒരു ഒറ്റയാൾ പട്ടാളം LDF-ന് വേണ്ടി, CPM-ന് വേണ്ടി നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഒരുപോലെ പോരടിക്കുന്ന കാഴ്ച ആ 5 വർഷങ്ങൾ കേരളം കണ്ടു. മൃഗീയമായ ഭൂരിപക്ഷമായിരുന്നു UDF-ന്. 100 സീറ്റുകളുമായിട്ട് അധികാരത്തിൽ വന്ന UDF വൈകാതെ കോൺഗ്രസിനുള്ളിലെ തമ്മിലടി കൊണ്ട്, ഗ്രൂപ്പിസം കൊണ്ട് തകർന്നു തുടങ്ങിയ കാഴ്ച കേരളം കണ്ടു. കെ മുരളീധരനെ KPCC പ്രസിഡന്റാക്കി സമവായം കൊണ്ടുവരാൻ AK ആന്റണി നടത്തിയ ശ്രമം ഒട്ടൊക്കെ വിജയിച്ചു വന്നതാണ്. പക്ഷേ 2004 ആയപ്പോഴേക്കും, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയമായപ്പോഴേക്കും കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അതുമാത്രമല്ല, അന്ന് KPCC പ്രസിഡന്റായിരുന്ന K മുരളീധരൻ വടക്കാഞ്ചേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു. ആ മത്സരിക്കുന്ന വേളയിൽ അദ്ദേഹം വൈദ്യുതി മന്ത്രിയുമായിരുന്നു. വൈദ്യുതി മന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹത്തിന് 6 മാസത്തെ സമയമുണ്ടായിരുന്നു. 6 മാസത്തിനുള്ളിൽ എവിടെ നിന്നെങ്കിലും മത്സരിച്ച് ജയിച്ചാൽ മതിയായിരുന്നു. അതിനുവേണ്ടി 2004-ൽ വടക്കാഞ്ചേരിയിൽ നിന്ന് ജയിച്ച് MLA ആയ ബൽറാമിനെ കൊണ്ട് രാജിവെപ്പിച്ച് അവിടെ ശ്രീ മുരളീധരനെ, ബൽറാമിനെ കോഴിക്കോട് സ്ഥാനാർത്ഥിയാക്കുകയും മുരളീധരനെ വടക്കാഞ്ചേരിയിൽ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. K കരുണാകരൻ എന്ന ലീഡറുമായിട്ട് എന്തു വിട്ടുവീഴ്ചയും ചെയ്യാൻ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി തയ്യാറായി. അദ്ദേഹം ഈ ഗ്രൂപ്പിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. K കരുണാകരൻ്റെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു. മകൾ പത്മജയ്ക്ക് മുകുന്ദപുരത്തുനിന്ന് സീറ്റ് കൊടുത്തു. അതുപോലെ K കരുണാകരന് രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. K മുരളീധരനെ വടക്കാഞ്ചേരിയിൽ നിന്ന് നിയമസഭയിൽ എത്തിക്കാനും AK ആന്റണി തയ്യാറായി.
ഫലം വളരെ പ്രതികൂലമായിരുന്നു. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. അതിന് കാരണം VS ആയിരുന്നു. VSന്റെ ഒറ്റയാൾ പോരാട്ടം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു. നിഷ്പക്ഷമതികളായ കേരളത്തിലെ വോട്ടർമാർ അത് ഏറ്റെടുത്തു. അങ്ങ് മതികെട്ടാൻ മലയിലാകട്ടെ, കിളിരൂരിലെ ശാരി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിലാകട്ടെ, ഏതൊരു വിഷയത്തിലും സ്മാർട്ട് സിറ്റിയുടെ കരാർ ഒപ്പിടുന്നതിൽ ഉൾപ്പെടെ VS ചെലുത്തിയ സ്വാധീനം വളരെ വലുതായിരുന്നു. VS അഴിച്ചുവിട്ട സമര കൊടുങ്കാറ്റ് UDFന് നേരിടാനായില്ല എന്നുള്ളതാണ് സത്യം. 2004 കനത്ത തോൽവിക്ക് പുറകെ VS എന്ന അതികായൻ കേരള രാഷ്ട്രീയത്തിൻ്റെ നെടുന്തൂണായി മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷേ പാർട്ടിക്കത് രുചിച്ചില്ല. അതുകൊണ്ട് തന്നെ സഖാവ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് VSന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടില്ല, മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് ഒരു വിഭാഗം മാധ്യമങ്ങളും ജനങ്ങളും പറഞ്ഞിരുന്നു. പക്ഷേ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിനൊടുവിൽ, പ്രതിരോധത്തിനൊടുവിൽ പാർട്ടി മുട്ടുമടക്കുന്ന കാഴ്ചയും 2006 നമ്മൾ കണ്ടു. VSന് ആദ്യം സീറ്റ് നിഷേധിച്ചെങ്കിലും ഒടുവിൽ PBക്ക് വഴങ്ങേണ്ടി വന്നു. കേന്ദ്ര കമ്മിറ്റിക്ക് തല കുനിക്കേണ്ടി വന്നു. അവർ VSന് സ്ഥാനാർത്ഥിത്വം നൽകി. അങ്ങനെ VS മലമ്പുഴയിൽ നിന്ന് മത്സരിച്ചു, ജയിച്ചു. VS ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയേ പറ്റൂ. അദ്ദേഹത്തിൻ്റെ അത്രയും സീനിയോറിറ്റിയുള്ള, അദ്ദേഹത്തിൻ്റെ അത്രയും അനുഭവ സമ്പത്തുള്ള, അദ്ദേഹത്തിൻ്റെ അത്രയും ജനകീയ പിന്തുണയുള്ള മറ്റൊരു നേതാവ് ഇല്ലായിരുന്നു CPMൽ. ഒടുവിൽ മനസ്സോടെ പിണറായി വിജയനും പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും, അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് മാറി പ്രകാശ് കാരാട്ട് വന്നിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല, അധിക നാളുകളായിട്ടില്ല. അവരെല്ലാം VSന് മുന്നിൽ വഴങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ആ വിഭാഗീയത അവിടുന്ന് പിന്നെയും ഏറെക്കാലം നീണ്ടു. അത് ഏതാണ്ട് 2015 വരെ നീണ്ടു. 2016 VS വീണ്ടും മത്സരിച്ചെങ്കിലും അന്ന് മത്സരിച്ച പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അനാരോഗ്യവും പ്രായാധിക്യവും VSനെ തളർത്തി. തുടർന്ന് VSന്റെ അസാന്നിധ്യത്തിൽ പിണറായി വിജയൻ കേരളത്തെ മുന്നോട്ട് നയിക്കുകയും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് 5 വർഷം പൂർത്തിയാക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ, കോവിഡിന് തൊട്ട് പുറകെ നടന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ എത്തുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. പക്ഷേ ഈ കഴിഞ്ഞ 5 കൊല്ലവും പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടികളുടെ കാലമായിരുന്നു. ഞാൻ എല്ലാം ഒന്നും എണ്ണി പറയുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ പാർട്ടി അതിരൂക്ഷമായ എതിർപ്പുകളുമായിട്ട് നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി ശൈലി മാറ്റണം. ഇതാദ്യം പറഞ്ഞത് CPI ആണ്. ഘടകകക്ഷിയായ CPI ഏറ്റവും ഒടുവിൽ PM ശ്രീ പദ്ധതി, അതിനു മുമ്പ് പല സമയത്തും CPI ഇടങ്കോലുമായിട്ട് വന്നതാണ്. അതൊക്കെ സമർത്ഥമായിട്ട് പിണറായി വിജയൻ എന്ന അതികായനായ മുഖ്യമന്ത്രി, സൂത്രശാലിയായ മുഖ്യമന്ത്രി അടിച്ചൊതുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. തന്ത്രത്തിൽ, നയത്തിൽ. ഒടുവിൽ PM ശ്രീ പദ്ധതിയിൽ പിടി വീണു. അവിടെ CPI പിടിച്ചിടം വിജയിച്ചു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നു. അന്ന് തുടങ്ങി സഖാവ് പിണറായി വിജയൻ എന്ന പാർട്ടിയിലെ ആ മുടിചൂട മന്നന് തിരിച്ചടികൾ ലഭിക്കാൻ ആരംഭിച്ചു. അവിടെ നിന്ന് ഇന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വിശകലനം ചെയ്യുന്നിടത്തെത്തുമ്പോൾ മുഖ്യമന്ത്രി ശൈലി മാറ്റിയേ പറ്റൂ, മുഖ്യമന്ത്രി തിരുത്തിയേ പറ്റൂ എന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഗവർണർക്ക് മുന്നിൽ മുട്ടുമടക്കി സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല VC ആക്കുകയും അനിൽകുമാറിനെ രജിസ്ട്രാർ പദവിയിൽ നിന്ന് മാറ്റി തിരിച്ച് പ്രിൻസിപ്പളാക്കി വിടുകയും ഒക്കെ ചെയ്തു. അതിന് വിട്ടുവീഴ്ച ചെയ്ത പിണറായി വിജയനോട്, മുഖ്യമന്ത്രിയോട് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയാണ് പാർട്ടി നേതാക്കളും പ്രവർത്തകരും. ഇത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. പിണറായി വിജയൻ്റെ മുന്നോട്ടുള്ള യാത്ര അതീവ ദുഷ്കരമാണ്. ഇനി ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അസ്തമയം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതിന്
കാരണമായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ്.